ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും ഷുഗറിന് ഗുളിക കഴിച്ച് ഇൻസുലിനൊക്കെ അടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാണ് ഈ ഒരു ഇൻസുലിനും അതുപോലെ തന്നെ ഈ മെഡിസിനൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ണിനായാലും കിഡ്നിക്കായാലും ഒക്കെ സംഭവിക്കും. പക്ഷേ ഇതുപോലുള്ള നല്ല നാച്ചുറലായിട്ടുള്ള ഫുഡ് അതും നമുക്ക് പ്രമേഹം കുറയുക മാത്രമല്ല ശരീരത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം പാക അളവിൽ കിട്ടുകയും ചെയ്യും. നല്ല സൗന്ദര്യം, നല്ല ചുറുചുറുക്കും ഒക്കെ കിട്ടുന്ന നല്ല ആരോഗ്യവും രക്തവും എല്ലാം കിട്ടുന്ന നല്ലൊരു അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ മുത്താറി തന്നെയാണ്. മുത്താറിപ്പൊടി, റാഗി, ചായ്, അങ്ങനെ ഒരുപാട് പേരിൽ ഇത് അറിയപ്പെടുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇത് മുത്താറിയോ മുത്താറിപ്പൊടിയോ എന്ത് വെച്ചായിട്ടും ചെയ്യട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി വെച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വയറ് നിറയെ കഴിക്കാനും അതും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാനും പറ്റും. അപ്പോൾ ഏതായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്നും ഒക്കെ നോക്കട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്, അല്ലാതെ പുറത്ത് പോയിട്ട് ഓടിപ്പോയി വാങ്ങേണ്ട സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മുത്താറിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുത്താറി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മുത്താറി ലേശം അരക്കുക, വെള്ളത്തിലിട്ടിട്ട് അരച്ചതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ പാല് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യുക. ഇനിയിപ്പോൾ മുത്താറിപ്പൊടിയായാലും മുത്താറിയായാലും ഗുണത്തിനൊന്നും യാതൊരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഈ ഫുഡ് നല്ല വണ്ണം കൂടിയ ആളുകളുണ്ടല്ലോ, വണ്ണം കൂടിയിട്ട് അത് എങ്ങനെ വണ്ണം കുറക്കാമെന്ന് വിഷമിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും. രാവിലൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ അരിഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കൂടും, ഒന്നും കഴിക്കാതെ വെറുതെ പട്ടിണി കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നല്ല വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് തടി കുറക്കാനും അതിനിപ്പോൾ തടി കുറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ മൊഞ്ച് ഒരിക്കലും നമുക്ക് കളയാൻ പറ്റൂലല്ലോ. ചുറുചുറുക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്ത് രസമല്ലേ ഉണ്ടാകുക. ചുറുക്കെന്ന് പറഞ്ഞാൽ കുറേ കളറല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ ചർമ്മമൊക്കെ ഇങ്ങനെ തൂങ്ങി വലിഞ്ഞ് ചുക്കിച്ചൊളിഞ്ഞ് അതൊക്കെ ഒരു ഷുഗർ പേഷ്യൻ്റ് ആയാലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വണ്ണം നല്ലുള്ള ആളുകൾ പെട്ടെന്ന് വണ്ണം കുറക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നൊരവസ്ഥയാണ്. ആ ഒരു ശരീരം മുഖവും കാണുമ്പോൾ ഭയങ്കര ടെൻഷനാവും, നല്ല പ്രായമായ പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫുഡിലൂടെ നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റും ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച സമയത്ത് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ്, ലേശം ഉപ്പ്, ഒരു പിഞ്ച് മാത്രം മതി, അത് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് വെന്തോട്ടെ. ഒരുപാട് വേവണ്ട, ഏകദേശം ഒരു 50-60% വെന്താൽ മതിയാവട്ടെ. നമുക്ക് ഈ ഒരു ഫുഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലോണം വെന്ത് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒറ്റ കൂക്കിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിതാ നല്ലോണം അത്യാവശ്യം തിളച്ച് ഏകദേശം 3/4 ഭാഗം വേവൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുത്താറിയുടെ പൗഡർ ഉണ്ടല്ലോ കലക്കി വെച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടൊക്കെ തീമൽ വെച്ച സമയത്ത് തന്നെ ലേശം വെള്ളം ഒരു 3/4 ഗ്ലാസോളം ഒഴിക്കണത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നിങ്ങൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുത്താറി ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇളക്കണം കേട്ടോ, അല്ലാതെ വേഗം കട്ട പിടിക്കുക, അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇതിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ. പിന്നെ ഇത് ഷുഗർ പേഷ്യൻ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും അത് ഇനി വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഇനി കുറച്ചൊരു ഭംഗിയും സൗന്ദര്യം മാത്രം ആഗ്രഹിച്ചിട്ട് കുറച്ച് വണ്ണത്തോടു കൂടി കുറച്ച് എല്ലാവർക്കും ഇപ്പോൾ വണ്ണം കുറയണമെന്നും ഒന്നും ഉണ്ടാവില്ല. അധികം ആളുകൾക്കും നല്ല വണ്ണമുള്ള ആളുകൾക്കാണ് വണ്ണം കുറയാൻ ആഗ്രഹം ഉണ്ടാകുക. പക്ഷെ തീരെ മെലിഞ്ഞൊട്ടിയ ആളുകൾക്ക് കുറച്ചൊന്ന് വണ്ണം കൂടാനാണ് ഇപ്പോൾ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ആ വണ്ണം കൂടുന്നതോട് കൂടി തന്നെ നല്ല ഭംഗിയും കൂടെ നമ്മൾ ആ ഒരു ചർമ്മത്തിനൊക്കെ കിട്ടാനും പിന്നെ രക്തയോട്ടം വർദ്ധിക്കാനും അങ്ങനെ ഇനിയും ഇതിൽ നമ്മൾ 2-3-4 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾ ആരും ഇത് കേട്ട് ടെൻഷൻ ആവണ്ട, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് ചൂടാറിയിട്ടാണ് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്.
അപ്പോൾ തിളക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറുകും വെള്ളം കുറവാണെങ്കിൽ. അപ്പം വെള്ളം കുറവാണെങ്കിൽ പെട്ടെന്ന് കുറുകുകയാണെങ്കിൽ ആ ഒരു സമയത്തിന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. കാരണം നമ്മൾ മുത്താറി അരച്ചതാണെങ്കിലും പൊടിച്ചതാണെങ്കിലും ഒക്കെ ഒന്ന് തിളക്കുമ്പോഴേക്കും അത് വേഗം നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നപ്പോഴേക്കും ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറോ ഒന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് ചൂടൊക്കെ ആറുമ്പോൾ നല്ല പോലെ ഒരു കട്ടകട്ടായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇനി കുറച്ച് സമയം ഒന്ന് ഇളക്കണമെങ്കിൽ ഇളക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാലും പെട്ടെന്ന് തന്നെ ചൂടാറിയിട്ടൊക്കെ കിട്ടും. ഇനി വണ്ണം കുറയാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്, വെറുതെ പട്ടിണി കിടന്നാണ്ട് വണ്ണം കുറക്കുന്ന ആളുകൾ. നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെറുതെ നമ്മൾ പട്ടിണി കിടന്ന് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് നല്ലോണം പുണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരും, ഗ്യാസിൻ്റെ പ്രശ്നം വരും, അതുപോലെ തന്നെ സോഡിയം കുറയും, വിറ്റാമിൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ആ വണ്ണം കുറക്കലോണ്ട് കുറയും. അപ്പോൾ ആ കുറയുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ കുറച്ച് ഒന്ന് വ്യായാമം ചെയ്യുക, വർക്കൗട്ടൊക്കെ ചെയ്യണ ആളുകൾക്ക് തന്നെ ഫസ്റ്റിലൊക്കെ നല്ല ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ മുടിയൊക്കെ നല്ലോണം കൊഴിഞ്ഞു പോകണേ നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ എന്താ, ആ ശരീരത്തിൽ നിന്ന് ഒരുപാട് കൊഴുപ്പുകളൊക്കെ ഒലിച്ചു പോകുന്നതുകൊണ്ട് തന്നെ കൊഴുപ്പില്ലാത്ത നല്ല വിറ്റാമിൻ പ്രോട്ടീനൊക്കെ കൂടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ശരീരത്തിന് വേണ്ടൊക്കെ കൂടിയിട്ടുള്ള ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തണം. കുറേ ചോറ് കഴിക്കല്ലേ വേണ്ടത്. ചോറൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ വെള്ള ചോറുണ്ടല്ലോ, വൈറ്റ് ചോറ്, അതാണ് ഏറ്റവും കൂടുതൽ വണ്ണം കൂട്ടാൻ ഉള്ള പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ വണ്ണം കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറയും എക്സസൈസ് ഇല്ലാഞ്ഞിട്ടാണ്, വ്യായാമം ഇല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ. അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഒരുപാട് മധുരം കഴിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് വണ്ണം കൂടും. ചിലർക്കൊക്കെ ഉണ്ട് ഒരു പറച്ചിൽ, ഞാൻ എത്ര പഞ്ചസാര കഴിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഷുഗറേ ഇല്ല. പക്ഷേ ഷുഗർ ഇല്ലെങ്കിലും ആ ശരീരത്തിന് എല്ലിൻ്റെ ബലം ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടാവും, എല്ലിൻ്റെ പല്ലിൻ്റെ ഒക്കെ ബലം നഷ്ടപ്പെടും, എല്ലിന് തേയ്മാനം വരും, എപ്പോഴും വേദന ഉണ്ടാവും, വണ്ണം വെക്കും, നല്ലോണം വണ്ണം വെക്കും പഞ്ചസാര എന്നല്ല ഏത് മധുരം കഴിച്ചാലും. അപ്പം നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒരു 3-4 ഈത്തപ്പഴം, ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഈത്തപ്പഴം ഒന്ന് വെള്ളത്തിട്ടിട്ട് സോക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു അതിൽ ആ കുരൊക്കെ കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 6-7 ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3-4 ഈത്തപ്പഴം ചേർന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓരോക്കെ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കടിക്കുകയാണെങ്കിൽ 3-4 ഈത്തപ്പഴം ഒന്നും ഇടേണ്ട കേട്ടോ. പക്ഷെ നമ്മൾ കുട്ടികൾക്കാണ് ഇത് കഴിക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വണ്ണം വെക്കാൻ ഉണ്ടാവും, നമ്മൾ മക്കളൊക്കെ വലുതായി വരുമ്പോൾ വണ്ണം വെക്കാനൊക്കെ ഒരു ആഗ്രഹം, അവർക്കാണിത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വണ്ണം വെക്കും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അവർ നല്ല മൊഞ്ചത്തി ആവും കേട്ടോ, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിൽ നമ്മൾ ചേർക്കുന്ന സംഭവങ്ങളൊക്കെ അത് തന്നെയാണ്. പിന്നെ ഒരുപാട് അസുഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസും കൂടെയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഇട്ടെടുത്ത് നിങ്ങൾ കണ്ടല്ലോ, ബദാം, ഒരു 3 ബദാം അതിൻ്റെ വെള്ളത്തിട്ടുകൊണ്ട് തന്നെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തൊലിയൊക്കെ റിമൂവ് ചെയ്ത 3 ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ബദാമിന് ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ബസ്ത എന്ന് പറഞ്ഞാൽ പിസ്തൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി. പിന്നെ കാഷ്യൂ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 8-10ഓളം കാഷ്യൂന് ഇട്ടും, പിന്നെ ഒരു 3 ബദാമും ഒരു 3-4 ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ഈത്തപ്പഴമൊക്കെ ആണെങ്കിൽ വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലൊരു കട്ടിയുള്ള ഈത്തപ്പഴമാണ്, അതുകൊണ്ടാണ് ഇട്ടെടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ കളയണ്ട കേട്ടോ. വെള്ളത്തിലേക്ക് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു മിക്സിഡ് ജാർ എടുക്കുക. അതിലേക്ക് ഈ ഒരു ഇതുണ്ടല്ലോ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുത്താറിൻ്റെ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആപ്പിള്, അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല. ഞാൻ കുറച്ച് നട്ട്സും കുറച്ച് വെജിറ്റബിൾസും മാത്രമേ കേട്ടോ ചേർത്തിട്ടുള്ളൂ. ഈ മുത്താറി നമ്മൾ കഴിച്ചാൽ, മുത്താറി എന്ന് പറഞ്ഞാൽ റാഗി കേട്ടോ, റാഗി കഴിച്ചാൽ എന്താ പ്രമേഹം കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ റാഗിയിൽ ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലയിക്കണ ഒരു നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ ഈ ഒരു മുത്താറിക്ക് കഴിയണത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുത്താറി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ഇതുണ്ടല്ലോ, ഗ്ലൂക്കോസ് ധാരാളം ഉണ്ടാണ്, അതൊക്കെ മന്ദഗതിയിലാക്കും, പാകത്തിന് ഇങ്ങനെ ആക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവ് പെട്ടെന്ന് ഉയരുന്നതൊക്കെ തടയാൻ സഹായിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുത്താറി കഴിക്കുന്ന ആളുകൾക്ക് ഷുഗർ അടിച്ച് കയറൂല എന്ന് പറഞ്ഞത്. ഈ ഷുഗറൊക്കെ ഉള്ള ആളുകൾ
എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ മതി. എന്തെങ്കിലും കുറച്ച് കൂടുതലോ അതില്ലെങ്കിൽ അരി ഭക്ഷണമോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറും. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ മുത്താറി എന്ന് പറഞ്ഞത്. പിന്നെ ഞാനിതാ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പാല് ചേർക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പാല് ചേർക്കുക. പിന്നെ ഈ നല്ല കട്ടിയുള്ള വീട്ടിൽ ഉള്ള പാലാണ് കേട്ടോ, പാക്കറ്റ് പാലൊന്നുമല്ല, നല്ല നെയ്യൊക്കെ ഉള്ള പാലാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനാണ് ഇത് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ മേലെ നമ്മൾ ഈ പാല് കാച്ചി വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നിടണം കേട്ടോ. പാല് കാച്ച പാടെ തന്നെ തുറന്നിട്ട് കഴിഞ്ഞാലൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിലുണ്ടാവണ നെയ്യ് പാട കെട്ടി നിൽക്കും. അപ്പോൾ ആ പാട നേരെ അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ അടിയിലുണ്ടാണ് ആ പാല് മാത്രം നീ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പാടോടൊക്കെ നെയ്യും അതിലൊരുപാട് ഫാറ്റ് ഉണ്ടാവും. ആ ഒരു ഫാറ്റോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ച് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളൊക്കെയാണ് ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് കേട്ടോ ഇതുണ്ടാക്കി കുടിക്കണത്. മുലപ്പാൽ കുട്ടികൾ കുടിച്ചിട്ടുള്ള മുലപ്പാൽ കുട്ടികൾ കുടിച്ചാൽ കുട്ടികൾക്കും നല്ല സൗന്ദര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഗർഭിണികൾ ഇത് കുടിക്കണ്ട കേട്ടോ. ഗർഭിണികൾ കുടിക്കണ്ട എന്നുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇതുള്ളതുകൊണ്ട്, എന്താണ്, ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് അത്ര വലിയ ഗുണമല്ല കേട്ടോ ഗർഭിണികൾക്ക് ഇത് കുടിക്കണത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ബീട്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ രക്തക്കുറവുള്ള ആളുകൾക്കൊക്കെ ബീട്രൂട്ട് ഇതുപോലെ ജ്യൂസാക്കി കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് വെറുതെ പച്ചക്ക് അരച്ച് കുടിച്ചാലും പെട്ടെന്ന് രക്തം വർദ്ധിക്കും. അതുപോലെ തന്നെ ആദ്യം മന്ദഗതിയിൽ നടക്കുമല്ലോ നമ്മൾ, ചില ദിവസം ഉണ്ടാവുമല്ലോ ഒന്നിനും കഴിയാത്തൊരു കയ്യും കാലും കുഴഞ്ഞ പോലെ ഒരു ദിവസം. അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വെറും പച്ചവെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് അരിക്കാതെ അങ്ങോട്ട് കുടിച്ച് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടണ പോലെ നിങ്ങൾക്ക് തോന്നും. അന്ന് നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ അത്രക്കും ആണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീഡിയോ വലുതാവെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു ആരോഗ്യം കിട്ടാനുള്ള കാരണമൊക്കെ ബീട്രൂട്ടിൽ ധാരാളം ഇരുമ്പും പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ബീട്രൂട്ടിന്. അതൊക്കെയാണ് ബീട്രൂട്ട് നമ്മൾ അടിച്ച് കുടിച്ചാൽ കിട്ടുന്ന ഗുണം. പിന്നെ ഇതും എന്താണ്, ക്യാരറ്റും അങ്ങനെ തന്നെയാണ്. പിന്നെ ക്യാരറ്റിന് പിന്നെ ശരീരം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കും കേട്ടോ. ബീട്രൂട്ടും അങ്ങനെ തന്നെയാണ്, നല്ല സൗന്ദര്യം വർദ്ധിക്കുന്ന സംഭവം കൂടെയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റോട് കൂടി നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു പക്ഷേ നിങ്ങൾ ശർക്കര പീൽ ചെയ്തിടുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൽക്കണ്ടം ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് കുടിക്കണത്. വെറും ആ ഒരു 3-4 ഈത്തപ്പഴത്തിൻ്റെ ചുള മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു നേരെ മധുരമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാലും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, ഈത്തപ്പഴം എല്ലാം കൂടെ ചേർത്ത് പാലും പിന്നെ മുത്താറിയും എല്ലാം കൂടെ ആയിട്ടാണോ എന്നറിയില്ല, ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കും കൂടെയാണ് ഇത്. തണുപ്പിച്ചിട്ടും കുടിക്കുക, നല്ല കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് കുടിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിക്കാർക്കും ഇത് കുടിക്കുക. ഷുഗർ പേഷ്യൻറ്റിന് മധുരം കുറക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പാലിൻ്റെ പാട മാറ്റുക ഒക്കെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ, കുടിക്കാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കിയോളൂ, എന്ത് ബദാമൊക്കെ. അസ്സലാമു അലൈക്കും.